എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. റീഡ് ദ പാസേജ് ഫ്രം ദ സ്റ്റോറി സിൻഡ്രല്ല. Stepmother and stepsisters took away Cinderella's pretty dresses and forced her to put on an old grey one. അപ്പോൾ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും അവളുടെ നല്ല മനോഹരമായ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. ആൻഡ് ഫോഴ്സ്ഡ് ഹെർ ടു പുട്ട് ഓൺ എൻ ഓൾഡ് ഗ്രേ വൺ, ഒരു പഴകിയ ഒരു വസ്ത്രം ധരിക്കാൻ നിർബന്ധിച്ചു. ദേ ഓൾസോ ഗേവ് ഹെർ വുഡൻ ഷൂസ് ടു വിയർ, പിന്നെ മരം കൊണ്ടുണ്ടാക്കിയ ചപ്പലും കൊടുത്തു. ദേ ലാഫ്ഡ് അറ്റ് ഹെർ ആൻഡ് സെൻറ്റ് ഹെർ ടു ദ കിച്ചൺ, അവർ അവളെ നോക്കി ചിരിച്ചു, എന്നിട്ട് കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. There she was made to do heavy work from morning to night. രാവിലെ മുതൽ രാത്രി വരെ അവൾക്ക് അവിടെ ഹെവി വർക്കായിരുന്നു. She was very unhappy with and her mind was filled with the thoughts of her mother. അപ്പോൾ അവൾ ഭയങ്കര അൺഹാപ്പി ആയിരുന്നു, ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. തോട്ട് ഓഫ് ഹെർ മദർ, അതായത് തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. അപ്പോൾ ആ സമയത്ത് സിൻഡ്രല്ലയുടെ തോട്ട് എഴുതാനാണ്. ഐ ഫീൽ സാഡ്, എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ആൻഡ് അലോൺ, ഒറ്റയ്ക്ക് ആയതുപോലെ തോന്നുന്നു. ഐ ഫീൽ സാഡ് ആൻഡ് അലോൺ, ഐ ഫീൽ സാഡ് ആൻഡ് അലോൺ. മിസ്സിങ് മൈ ലവിങ് മദർ ഡിയർലി, എൻ്റെ അമ്മയെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഐ ലോങ് ടു വിയർ, ലവ് ടു വിയർ എന്നാണ്. ഐ ലവ് ടു വിയർ, I love to wear my pretty dresses again and escape my stepfamily's cruelty. ഞാൻ എന്ത് ചെയ്യാണ്? ഐ ലവ് ടു വിയർ മൈ പ്രെറ്റി ഡ്രസ്സ്, എൻ്റെ മനോഹരമായ ഡ്രസ്സൊക്കെ ധരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് എസ്കേപ്പ് മൈ സ്റ്റെപ്പ് ഫാമിലീസ് ക്വാലിറ്റി, ഇവിടുത്തെ ക്രൂരതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഹെവി വർക്ക് ലോഡ് ആൻഡ് അൺകംഫർട്ടബിൾ വുഡൻ ഷൂസ് മേക്ക് മീ ഫീൽ ലൈക്ക് എ സെർവൻറ്റ്. ഈ ഒരുപാട് വർക്ക് ലോഡും അതേപോലെ തന്നെ ഈ വുഡൻ ഷൂ ഒക്കെ എനിക്ക് ഭയങ്കര, ഞാനൊരു പണിക്കാരിയാണോ ഒരു സെർവൻ്റ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. ഐ ഡ്രീം ഓഫ് എ ബെറ്റർ ലൈഫ്, ഞാനൊരു നല്ലൊരു ലൈഫിനെ കുറിച്ച് ഡ്രീം ചെയ്യുന്നു. ഹോപ്പിംഗ് ദ പ്രിൻസ് വിൽ റെസ്ക്യൂ മീ, ഞാൻ വിചാരിക്കുകയാണ് പ്രിൻസ് വന്ന് എന്നെ രക്ഷപ്പെടുത്തും. ഐ ഹോൾഡ് ഓൺ ടു മൈ ഹോപ്സ് ആൻഡ് ബിലീവ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ, ഞാൻ എൻ്റെ പ്രതീക്ഷകൾ കൈവിടാതെ ബിലീവ് തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ, ഇതൊക്കെ ശരിയാവും എന്ന ഒരു പ്രതീക്ഷയിലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് കുറച്ച് ഈവൻറ്റ്സ് ജമ്പിൾഡായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. Rearrange the events. Some events are given in jumbled manner. Read them carefully and arrange the events in the correct order. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ നമ്മൾ എഴുതണം. In a hurry she forgets to take one of her shoes. തിരക്കിൽ ഒരു ഷൂ എടുക്കാൻ മറന്നുപോയി. Cinderella goes to the ball and dances with the princess. പാർട്ടിക്ക് പോകുന്നു, എന്നിട്ട് രാജകുമാരനും ആയിട്ട് ഡാൻസ് ചെയ്യുന്നു. Cinderella pardons her sisters and takes them also to the palace. സിൻഡ്രല്ല സിസ്റ്റേഴ്സിനൊക്കെ മാപ്പ് കൊടുക്കുന്നു, അവരെ പാലസിലേക്ക് കൊണ്ടുപോകുന്നു. ദ ഷൂസ് ഫിറ്റ് സിൻഡ്രല്ല പെർഫെക്റ്റ് ആയിട്ട് സിൻഡ്രല്ലക്ക് ആ ഷൂ മാച്ച് ആവുന്നു. ദ പ്രിൻസ് വിസിറ്റ്സ് ഓൾ ദ ഹൗസസ് വിത്ത് ദ ഷൂ ഇൻ സെർച്ച് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആ മനോഹരമായ പെൺകുട്ടി എവിടെ എന്നറിയാൻ വേണ്ടിയിട്ട് രാജകുമാരൻ എല്ലാ വീടുകൾ തോറും അന്വേഷിക്കുകയാണ്. ദ പ്രിൻസ് മാരി സിൻഡ്രല്ല ആൻഡ് ടേക്സ് ഹെർ ടു ദ പാലസ്. പ്രിൻസ് സിൻഡ്രല്ലയെ മാരി ചെയ്യുന്നു, എന്നിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡറിൽ എഴുതാം. ഇവിടെ ഫസ്റ്റ് നടന്നത് എന്താണ്? സിൻഡ്രല്ല ഗോസ് ടു ദ ബോൾ ആൻഡ് ഡാൻസസ് വിത്ത് ദ പ്രിൻസ്, അതാണ് ഫസ്റ്റ് നടന്നത്. സെക്കൻഡ് വൺ, ഇൻ എ ഹറി ഷീ ഫോർഗറ്റ്സ് ടു ടേക്ക് വൺ ഓഫ് ഹെർ ഷൂസ്, സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ്? ദ പ്രിൻസ് വിസിറ്റ്സ് ഓൾ ദ ഹൗസസ് വിത്ത് ദ ഷൂ ഇൻ സെർച്ച് ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ. നാലാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ ഷൂസ് ഫിറ്റ് സിൻഡ്രല്ല പെർഫെക്റ്റ്ലി. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ പ്രിൻസ് മാരീസ് സിൻഡ്രല്ല ആൻഡ് ടേക്സ് ഹെർ ടു ദ പാലസ്. ഓക്കെ, ഇനി ആറാമതായിട്ട് നമുക്ക് എഴുതാം സിൻഡ്രല്ല പാർഡൻസ് ഹെർ സിസ്റ്റേഴ്സ് ആൻഡ് ടേക്സ് ദം ഓൾസോ ടു ദ പാലസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇനി എഡിറ്റിംഗ് ആണ്. ഗ്രാൻഡ് ഫാദർ കോൾസ് എന്നാണോ പറയുക? അല്ല, കോൾഡ്. ഗ്രാൻഡ് ഫാദർ കോൾഡ്, ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? കോൾഡ് എന്നാണ് എഴുതേണ്ടത്. CALLED. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ദം
ഹിം എന്നല്ല, ആസ്ക്ഡ് സെർവൻസിനെ അല്ലേ. അപ്പോൾ ആസ്ക്ഡ് ദം, സെർവൻസിനോട് ചോദിച്ചു. ആസ്ക്ഡ് ദം ടു വെൻറ്റ്, ടു വെൻറ്റ് എന്നല്ല വരിക, ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഓഫ് എന്നല്ല, ലുക്ക് ഫോർ me. They went out but a while after a while. ഇത് തിരിച്ചിട്ടാണ് ഈ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് കൊടുത്തത്. അത് നമ്മൾ ശരിയാക്കിയാൽ മതി. ആഫ്റ്റർ എ വൈൽ. അപ്പോൾ ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സേ ദാറ്റ് ദേ കുഡിൻറ്റ് ഫൈൻഡ് മീ. അപ്പോൾ നമ്മൾ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാസ്റ്റ് ടെൻസിൽ മിക്കവാറും വരാറുണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എഴുതാനും ചിലപ്പോൾ വരും. പേരുകളൊക്കെ സ്മോൾ ലെറ്ററിൽ തരും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ അതൊക്കെ പതിവായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഇതൊന്നും ചോദിക്കാൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് ഇപ്പോൾ റൺ ബാക്ക് എന്നുള്ളതിന് ബാക്ക് റൺ എഴുതും. അപ്പോൾ നമ്മളത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാവില്ല. ഒന്നുകൂടി നമ്മൾ വായിച്ച് നോക്കുക. അങ്ങനെയൊക്കെയാണ് സാധാരണ ഈ 3 എണ്ണം സാധാരണ വരാറുള്ളതാണ്. ഇനി നമുക്ക് അടുത്തൊരു ഡിസ്ക്രിപ്ഷനാണ്. ഇൻ ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ, ദുർഗ ആൻഡ് അപ്പു റിയലി എൻജോയ്ഡ് ദ പിക്കിൾ ദേ ഹാവ് മെയ്ഡ്. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി യു ഓൾസോ മൈറ്റ് ഹാവ് ഗോട്ട് എൻ ഐഡിയ ഓൺ ഹൗ ടു പ്രിപ്പയർ എ മാംഗോ പിക്കിൾ. ദ ഇൻഗ്രീഡിയൻസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. അപ്പം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് മാംഗോ പിക്കിൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ടേക്ക് ടെൻഡർ മാംഗോസ് എടുക്കുക. കട്ട് ഇൻ ടു സ്മോൾ പീസസ്, ചെറിയ പീസാക്കുക. ടേക്ക് 2 ചില്ലീസ്, 2 മുളക് എടുക്കുക. ആൻഡ് കട്ട് ദം ഹോൾസ്, അതിനെയും കട്ട് ചെയ്യാം. പുട്ട് ദ മാംഗോ പീസസും അതേപോലെ ആൻഡ് ചില്ലി ടുഗദർ, ചില്ലിയും ഒന്നിച്ചെടുക്കുക. ആൻഡ് മിക്സ് വെൽ. ദെൻ ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട്, പിന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ആൻഡ് 2 ടേബിൾ സ്പൂൺ ഓഫ് ഓയിൽ ടു ദ മിക്സ്ചർ, പിന്നെ അതേപോലെ തന്നെ ഓയിലും നമ്മൾ ചേർക്കുക. മിക്സ് ദം വെൽ, അതിനെ നല്ലോണം മിക്സ് ചെയ്യുക. നൗ ദ മാംഗോ പിക്കിൾ ഈസ് റെഡി. ഇപ്പോൾ മാംഗോ പിക്കിൾ റെഡിയായി. അതേപോലെ നമ്മൾ ഫ്രൂട്ട് സാലഡ് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇനി അടുത്തത് ഒരു കോൺവെർസേഷനാണ്. സിൻഡ്രല്ല കെയിം ടു ഹെർ സ്റ്റെപ്പ് മദർ ടു നോ അബൌട്ട് ഹെർ ഡോട്ടേഴ്സ് പെർഫോമൻസ് അറ്റ് ദ ബോൾ. Write the likely conversation between Cinderella and her stepmother. അപ്പോൾ സിൻഡ്രല്ല സ്റ്റെപ്പ് മദറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ടു നോ അബൌട്ട് ഹെർ ഡോട്ടേഴ്സ് പെർഫോമൻസ് അറ്റ് ദ ബോൾ, പാർട്ടിയിൽ പെർഫോമൻസിനെ പറ്റിയിട്ട് ചോദിക്കാൻ വന്നു. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ സിൻഡ്രല്ല ആൻഡ് ഹെർ സ്റ്റെപ്പ് മദർ. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. സിൻഡ്രല്ല, ഹൗ വാസ് ദ ബോൾ, എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി? സ്റ്റെപ്പ് മദർ, ഇറ്റ് വാസ് വണ്ടർഫുൾ, താങ്ക്സ് ഫോർ ആസ്കിങ്. അത് നല്ല രസമുണ്ടായിരുന്നു, ചോദിച്ചതിന് നന്ദി. ഇറ്റ് വാസ് വണ്ടർഫുൾ. ഡിഡ് മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഹാവ് എ ഗുഡ് ടൈം, എൻ്റെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എൻജോയ് ചെയ്തു. ഹാവ് എ ഗുഡ് ടൈം എന്ന് പറഞ്ഞാൽ അവരത് നല്ല സമയമായിരുന്നു എന്ന് വെച്ചാൽ അവരത് എൻജോയ് ചെയ്തു എന്നാണ് അർത്ഥം. ഡിഡ് മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഹാവ് എ ഗുഡ് ടൈം? യെസ്, ദേ വർ ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. അവരായിരുന്നു അവിടുത്തെ ആൾക്കാർ, അവരാണ് ആ പാർട്ടി കൊണ്ടുപോയെന്നുള്ള അർത്ഥമാണ്. ദേ വർ ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. എല്ലാവരുടെയും ശ്രദ്ധ അവരുടെയിലായിരുന്നു. ഐ ആം ഗ്ലാഡ് ദേ എൻജോയ്ഡ് ദംസെൽസ്. എനിക്ക് ഭയങ്കര സന്തോഷം. യു കുഡ് നെവർ അറ്റൻഡ് സച്ച് ആൻ ഈവൻറ്റ്. നിനക്കൊരിക്കലും അങ്ങനത്തെ ഒരു ഈവൻറ്റിനൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. വൈ നോട്ട്? അതെന്താ? യു ആർ ജസ്റ്റ് എ സെർവൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് യുവർ പ്ലേസ്. നീ ഒരു പണിക്കാരി മാത്രമാണ്, ഒരു സെർവൻറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് അതൊന്നും നിങ്ങൾക്ക് ചേർന്ന്. ഇറ്റ് ഈസ് നോട്ട് യുവർ പ്ലേസ്. ഡിഡ് ദ പ്രിൻസ് സേസ് എനിത്തിങ് അബൌട്ട് മീ? എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഡോണ്ട് ബി റെഡിക്കുലസ്, മണ്ടത്തരം പറയാതെ. ഹി ഡിഡിൻറ്റ് ഈവൻ നോട്ടീസ് യു എക്സിസ്റ്റ്. നീ അവിടെ ഉണ്ടോയെന്ന് തന്നെ അയാൾക്കറിയില്ല. ഓക്കെ, അപ്പോൾ ചോദിക്കണം, ഹൗ വാസ് ദ ബോൾ? ഇറ്റ് വാസ് വണ്ടർഫുൾ. ഡിഡ് മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഹാവ് എ ഗുഡ് ടൈം? യെസ്, ദേ വർ എ സെൻറ്റർ ഓഫ് ദ അറ്റൻഷൻ. I am glad they enjoyed themselves. You could never attend such an event. Why not? You just a servant. It is not your place. Did the prince say anything about me? Don't be ridiculous. He didn't even notice you existed. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ലെറ്റർ നോക്കാം. സിൻഡ്രല്ല ആഫ്റ്റർ ഹെർ മാരേജ് വിത്ത് ദ പ്രിൻസ് റീച്ച്ഡ് ദ പാലസ് വിത്ത് ഹെർ ക്രൂവൽ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റെപ്പ് മദർ. ഹെർ ലൈഫ് ഇൻ ദ പാലസ് വാസ് വെരി ഹാപ്പി. ഷീ റോട്ട് എ ലെറ്റർ ടു വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ് അബൌട്ട് ഹെർ ന്യൂ ലൈഫ്, ലൈക്ക് ദ ലൈക്ലി ലെറ്റർ ഓഫ് സിൻഡ്രല്ല. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, പിന്നെ പാലസിലെത്തി. കൂടെ ആരെയും കൂട്ടി, സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനെയും സ്റ്റെപ്പ് മദറിനെയൊക്കെ കൂട്ടിയിട്ടാണ് പാലസിലേക്ക് വന്നത്. ഇസ് ലൈഫ്
ഹെർ ലൈഫ് ഇൻ ദ പാലസ് വാസ് വെരി ഹാപ്പി. അപ്പോൾ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷീ റോട്ട് എ ലെറ്റർ ടു വൺ ഓഫ് ഹെർ ഫ്രണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടിന് ലെറ്റർ എഴുതി അബൌട്ട് ഹെർ ന്യൂ ലൈഫ്. അപ്പം ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ഡേറ്റ് എഴുതണം, പ്ലേസ് എഴുതണം, ഡേറ്റ് എഴുതണം, പിന്നെ ഒരു സല്യൂട്ടേഷൻ എഴുതണം. ഓക്കെ, ഐ ആം ലിവിങ് മൈ ഡ്രീം ഇൻ ദ പാലസ് വിത്ത് പ്രിൻസ് ചാമിങ്. ഞാൻ എൻ്റെ രാജകുമാരനോടൊപ്പം പാലസിൽ എൻ്റെ സ്വപ്ന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ ഡേയ്സ് ആർ ഫീൽഡ് വിത്ത് ലവ് ആൻഡ് ജോയ്. എൻ്റെ ദിവസങ്ങളൊക്കെ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞതാണ്. മൈ ഡേയ്സ് ആർ ഫീൽഡ് വിത്ത് ലവ് ആൻഡ് ജോയ്. മൈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റെപ്പ് മദർ ആർ അഡ്ജസ്റ്റിംഗ് സ്ലോലി. അവരിതുമായിട്ട് ഇങ്ങനെ ചെറുങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ആം ലേണിംഗ് റോയൽ ലൈഫ് ആൻഡ് ഡിസ്കവറിങ് പാലസ് സീക്രറ്റ്. ഞാൻ റോയൽ ലൈഫൊക്കെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ മിസ് യു ആൻഡ് യു ക്യാൻ വെയിറ്റ് ഫോർ യുവർ വിസിറ്റ്. കാൺ വെയിറ്റ് ഫോർ യുവർ വിസിറ്റ്. എനിക്ക് നിന്നെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. നിൻ്റെ വരവിനായിട്ട് ഞാൻ കാത്തിക്കുകയാണ്. വിത്ത് ലവ്, സിൻഡ്രല്ല. അപ്പോൾ നമ്മളൊരു ലെറ്ററൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റ്, പ്ലേസ് വേണം, ഡേറ്റ് വേണം, സല്യൂട്ടേഷൻ വേണം, ബോഡി ഓഫ് ദ ലെറ്റർ വേണം, പിന്നെ ഒരു കൺക്ലൂഷൻ വേണം. ഇത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഫോർമാറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാൻഡ് ഫാദേഴ്സ് ഡേ. ഇനി അടുത്ത ഒരു നെറേഷനാണ്. രാജ നെറേറ്റഡ് ഇൻസിഡൻറ്റ് ടു ഹിസ് ക്ലാസ്മേറ്റ്. ലെറ്റ് us റൈറ്റ് അബൌട്ട് ദി ഇൻസിഡൻറ്റ്. അപ്പോൾ രാജ പിറ്റേന്ന് ഈ സംഭവങ്ങളൊക്കെ അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറയാണ്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഒന്ന് നമ്മളോട് നെറേറ്റ് ചെയ്യാനാണ്. വെൻ മൈ ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ദ ഫ്ലവേഴ്സ് അണ്ടർ ദ സാൻഡർവുഡ് ട്രീ, ഐ വെൻറ്റ് നിയർ ഹിം ആൻഡ് ഷുക്ക് ദ ട്രീ. വെൻ മൈ ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ദ ഫ്ലവേഴ്സ് അണ്ടർ ദ സാൻഡർവുഡ് ട്രീ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ സാൻഡർവുഡ് ട്രീ, ചന്ദനമരത്തിൻ്റെ താഴെ നിന്ന് ഫ്ലവേഴ്സൊക്കെ പിക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഐ വെൻറ്റ് നിയർ ഹിം, ഞാൻ അടുത്തേക്ക് പോയി, ആൻഡ് ഷുക്ക് ദ ട്രീ, ഞാൻ ആ മരം കുലുക്കി. വാട്ട് എ ഗുഡ് ഷവർ, നല്ലൊരു ഷവർ. ബട്ട് ഹീ ബിക്കെയിം വെരി ഹംഗ്രി. പക്ഷേ അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടു. ഹീ ടേൺഡ് ടു മീ വിത്ത് ആംഗ്രി ലുക്ക്. അപ്പോൾ ദേഷ്യത്തോടെ എന്നെ നോക്കാൻ തുടങ്ങി. ഐ റാൻ ഫാസ്റ്റ്, ഞാൻ ഓടി. ആൻഡ് വെൻറ്റ് ടു ദ കൗഷെഡ്, ഞാൻ കൗഷെഡ് പോയിരുന്നു. ഐ ടുക്ക് ഷെൽട്ടർ ഇൻ ദ കൗഷെഡ്, ഞാൻ കൗഷെഡിൽ അഭയം തേടി. എവരി വൺ സെർച്ച്ഡ് ഫോർ മീ, എല്ലാവരും എനിക്ക് വേണ്ടി തരുന്നു. നോബഡി കുഡ് ഫൈൻഡ് മീ, എന്നെ ആരും കണ്ടെത്തിയില്ല. മൈ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ആൻഡ് ഓൾ മൈ റിലേറ്റീവ്സ് ഗോട്ട് വെറീഡ്, എല്ലാവരും എന്നെ കാണാതെ വിഷമിച്ചു. അറ്റ് ലാസ്റ്റ് മൈ അങ്കിൾ ഫൗണ്ട് മീ ആൻഡ് ടുക്ക് മീ ടു ഗ്രാൻഡ് ഫാദർ. അറ്റ് ലാസ്റ്റ് ആരാ കണ്ടുപിടിച്ച? മൈ അങ്കിൾ ഫൗണ്ട് മീ, എൻ്റെ അങ്കിളാണ് കണ്ടുപിടിച്ചത്. ആൻഡ് ടുക്ക് മീ ടു ഗ്രാൻഡ് ഫാദർ, എന്നെ എങ്ങോട്ട് കൊണ്ടുപോയി? ഗ്രാൻഡ് ഫാദറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മൈ ഗ്രാൻഡ് ഫാദർ വാസ് വെരി ഹാപ്പി ആൻഡ് ഹി താങ്ക്ഡ് ഗോഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ വളരെ ഹാപ്പി ആയിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? എൻ്റെ ഹി താങ്ക്ഡ് ഗോഡിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ വർക്ക് ചെയ്തു അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.